Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ആദ്യം പ്രധാന വാർത്തകൾ. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2.5 കോടി രൂപയുടെ ഭരണാനുമതിയായി. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് ഇതിനാവശ്യമായ തുക വകയിരുത്തിയിരുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ കക്കോണിയിലും അറത്തിപ്പറമ്പിലും 2 വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ PH ആസിഫിനെയാണ് അന്വേഷണ സ്ക്വാഡ് പിടികൂടിയത്. കണ്ണപുരം മാറ്റാങ്കിൽ പ്രദേശത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 22-ന് ഗ്രീൻ പാർക്ക് ഹോട്ടൽ വെച്ച് നടക്കും. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2.5 കോടി രൂപയുടെ ഭരണാനുമതിയായി. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് ഇതിനാവശ്യമായ തുക വകയിരുത്തിയിരുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2.5 കോടി രൂപയുടെ ഭരണാനുമതിയായതായി TI മധുസൂദനൻ MLA അറിയിച്ചു. 2024-25 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിലാണ് ഇതിനാവശ്യമായ തുക വകയിരുത്തിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർവഹണ ചുമതല. നേരത്തെ കിഫ്ബി പദ്ധതി വഴി 1.3 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ ടെൻഡർ നടപടികൾ നടന്നുവരികയാണ്. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് കെട്ടിടം പണി എത്രയും വേഗത്തിൽ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്നൂർ കോടതി സമുച്ചയം ജില്ലാ ജഡ്ജി KT നിസാർ അഹമ്മദ് സന്ദർശിച്ചു. പ്രവർത്തനങ്ങൾ വിലയിരുത്തി വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഉദ്ഘാടനം പ്രതീക്ഷിച്ചു നിൽക്കുന്ന പയ്യന്നൂർ കോടതി സമുച്ചയം ജില്ലാ ജഡ്ജി KT നിസാർ അഹമ്മദ് സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തി. ഏറ്റവും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്നത് സംബന്ധിച്ച് ബാർ അസോസിയേഷൻ പ്രതിനിധികൾ, വിവിധ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംസാരിച്ചു. ജില്ലാ ജഡ്ജിനോടൊപ്പം പയ്യന്നൂർ സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണൻ, മജിസ്ട്രേറ്റ് ഷീജ V, മുൻസിഫ് ഗ്രീഷ്മ AS, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, ശിരസ്താർ സന്തോഷ് കുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കോൺട്രാക്ടർമാർ എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിലെ കക്കോണിയിലും അറത്തിപ്പറമ്പിലും 2 വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ PH ആസിഫിനെയാണ് അന്വേഷണ സ്ക്വാഡ് പിടികൂടിയത്. ചെറുതാഴം കക്കോണിയിലും അറത്തിപ്പറമ്പിലും 2 വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ PH ആസിഫിനെയാണ് പരിയാരം ഇൻസ്പെക്ടർ MP വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഫെബ്രുവരി 14-ന് പകലായിരുന്നു മോഷണം നടന്നത്. 6.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും 20,300 രൂപയുമാണ് 2 വീടുകളിൽ നിന്നായി കവർച്ച ചെയ്തത്.
ചെറുതാഴം കക്കോണിയിലെ കുട്ടിത്തറവാട് കെ രാജന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രിൽസും ഡോറും തുറന്ന് അകത്തുകയറിയ മോഷ്ടാവ് ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ച രാജന്റെ മകളുടെ 4 പവൻ സ്വർണ്ണാഭരണങ്ങളും ഭാര്യയുടെ പേഴ്സിലുണ്ടായിരുന്ന 2300 രൂപയും മോഷ്ടിച്ചു. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിലായിരുന്നു സംഭവം. നരീക്കാംവള്ളി അറത്തിപ്പറമ്പിലെ KV സാവിത്രിയുടെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 12നും വൈകുന്നേരം 5 മണിക്കും ഇടയിലായിരുന്നു കവർച്ച നടന്നത്. 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന 2.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 18,000 രൂപയുമാണ് മോഷ്ടിച്ചത്. 2 വീട്ടുകാരും ഉത്സവം കാണാനായി പോയപ്പോഴായിരുന്നു മോഷണം നടന്നത്. പയ്യന്നൂർ, പഴയങ്ങാടി സ്റ്റേഷനുകളിലും ആസിഫിനെതിരെ കേസുണ്ട്. ഹോസ്ദുർഗ് സ്റ്റേഷനിൽ മാത്രം 18 കേസുകളിലെ പ്രതിയാണ് ആസിഫ്. പരിയാരത്തേത് ഉൾപ്പെടെ 25 കേസുകളിൽ പ്രതിയാണ്. CI MP വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ഷാജിമോൻ, ASIമാരായ പ്രകാശൻ, ഷൈജു, പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ അന്വേഷണ സ്ക്വാഡ് അംഗങ്ങളായ നൌഫൽ അഞ്ചില്ലത്ത്, NM അഷറഫ്, രജീഷ് പൂഴിയിൽ, നിഷാദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണപുരം മാറ്റാങ്കിൽ പ്രദേശത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത്. ഈ കാണുന്നത് തോരാമഴയത്ത് റോഡരികിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്നതല്ല. ഈ കേൾക്കുന്നത് കാട്ടരുവി ഒഴുകുന്ന കളകളാരവുമല്ല. കുടിവെള്ള സംവിധാനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തമുള്ള അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ പ്രത്യക്ഷ ഉദാഹരണമാണിത്. വേനൽ കടുക്കുമ്പോൾ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ കണ്ണപുരം മാറ്റാങ്കിൽ പ്രദേശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസമൊന്നു കഴിഞ്ഞു. സമീപത്തെ ഓവുചാലും പറമ്പുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു. എന്നിട്ടും ഉത്തരവാദപ്പെട്ട അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല. മുത്തപ്പൻ കവാടത്തിന് തൊട്ട് മുന്നിൽ ഇന്നലെ രാത്രി 12 മണി പൊട്ടിയതാണ്. വെള്ളം നല്ലോണം ഒഴുകി പോകുന്നുണ്ട്. അത് വേനൽക്കാലമാണ്, വെള്ളത്തിന് ആയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ശരിയായി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ച് പ്രവൃത്തി നടത്തിയതിനാൽ കുടിവെള്ള പൈപ്പ് പൊട്ടൽ ഈ പ്രദേശങ്ങളിൽ നിത്യസംഭവമാണെന്ന ആക്ഷേപവും പ്രദേശവാസികളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇനി കടുത്ത വേനലാണ് വരാൻ പോകുന്നത്. ശുദ്ധജലക്ഷാമം കൂടുതൽ രൂക്ഷമാകാൻ പോകുന്നതിനു മുൻപ് പൊട്ടിയ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ അധികൃതരോട് അപേക്ഷിക്കുകയാണ്. കുടിവെള്ളത്തിന്റെ കാര്യമായതിനാൽ അപേക്ഷിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കൂ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 22-ന് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വെച്ച് നടക്കും. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്യും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 22-ന് എടാട്ട് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വെച്ച് നടക്കും. ജില്ലയിലെ 600ഓളം വരുന്ന ഓപ്പറേറ്റർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3 സോണുകളായി തിരിച്ചാണ് കൺവെൻഷൻ നടക്കുക. ഇതിൽ നോർത്ത് സോൺ കൺവെൻഷൻ 22 ശനിയാഴ്ച രാവിലെ 9:30-ക്ക് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷനിൽ കേരള വിഷൻ കമ്പനി ചെയർമാൻ K. ഗോവിന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരളത്തിലെ കേബിൾ TV സേവന മേഖല 35 വർഷം പിന്നിടുന്ന കാലയളവ് കൂടിയാണിത്. കേബിൾ TV രംഗത്തെ കോർപ്പറേറ്റ് അധിനിവേശത്തെ ചെറുക്കുന്നതിന് COAയുടെ നേതൃത്വത്തിൽ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പങ്കാളിത്തത്തോടെ ആരംഭിച്ച സംവിധാനമാണ് കേരള വിഷൻ. 4000-ഓളം ഓപ്പറേറ്റർമാരുടെ പൊതു സംവിധാനമായ കേരള വിഷൻ സമാനതകളില്ലാത്ത ജൈത്രയാത്രയാണ് നാളിതുവരെ നടത്തിയത്. 30 ലക്ഷം കേബിൾ വരിക്കാരുള്ള കേരള വിഷൻ ഡിജിറ്റൽ TV ഇന്ന് ഇന്ത്യയിലെ 5ാമത്തെ കേബിൾ സേവന ദാതാവാണ്. 12 ലക്ഷത്തോളം ഇന്റർനെറ്റ് വരിക്കാരെ സ്വന്തമാക്കി രാജ്യത്തെ 6ാമത്തെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഈ മേഖലകളിൽ 1ാമത്തെ കമ്പനിയായി കേരള വിഷൻ തുടങ്ങുകയാണ്. ഇന്ത്യയിൽ റൂറൽ കണക്ടിവിറ്റിയിൽ അതിവേഗ വളർച്ച നേടിയ കമ്പനികളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്താണിന്ന് കേരള വിഷൻ. അതോടൊപ്പം കണ്ണൂർ വിഷൻ നെറ്റ്വർക്ക് അടക്കമുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിലൂടെ നാടിന്റെ പൊതുനന്മകളും വികസന കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കുവാനും പുത്തൻ ബിസിനസ് സംരംഭങ്ങളിലേക്ക് ചുവടുവെക്കുന്നതിനും ചർച്ചാ വേദികളായാണ് ഇത്തരം കൺവെൻഷനുകൾ മാറുന്നത്. ഇതുതന്നെയാണ് സംഘടനയുടെ കാഴ്ചപ്പാടും. മാധ്യമ സമ്മേളനത്തിൽ K. സജീവ് കുമാർ, AV ശശികുമാർ, VV മനോജ് കുമാർ, ബിജു കാമ്രത്, KV രാജൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫെബ്രുവരി 21-ന് ലോക മാതൃഭാഷാ ദിനം. പുതിയ കാലത്ത് നാം നിത്യേന ഉപയോഗിച്ചിരുന്ന മലയാള ഭാഷാ പദങ്ങൾ കൈമോശം വരുന്നതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം. കൊടുക്കൽ വാങ്ങലുകളിൽ കൂടിയാണ് ലോകത്തിലെ എല്ലാ ഭാഷകളും വളർന്നു വന്നിട്ടുള്ളത്. മലയാള ഭാഷയിലെ സുന്ദരമായ പദങ്ങൾ പലതും നമുക്കിന്ന് അന്യമാവുകയാണ്. ഭക്ഷണം കഴിച്ചോ എന്ന് പലരും ഇന്ന് ചോദിക്കാറില്ല. ഹസ്, വൈഫ് എന്നിങ്ങനെയാണ് പുതിയ രീതി. സുഹൃത്ത്, ചങ്ങാതി എന്നീ പദങ്ങളുടെ കാര്യവും അത്ര ആശാവഹമല്ല. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരോട് അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആഫ്രിക്കയിലെ ഒരു എഴുത്തുകാരനുണ്ട്, ഗൂഗി വാ തിയോങ് ഓ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം
ആദ്യം എഴുതിയിരുന്നത് ഇംഗ്ലീഷിലാണ്. പിന്നീട് അദ്ദേഹം തൻ്റെ ഈ നാട്ടു ഭാഷയായ ഗിക്കുയു എന്ന് പറയുന്ന ഭാഷയിലാണ് എഴുതുന്നത്. അങ്ങനെയാണ് ആ പുസ്തകം ലോകത്തിൻ്റെ മുമ്പിലെത്തുന്നത്. പക്ഷേ നമ്മുടെ ഭാഷയെ മറക്കുന്നവർ എന്നാണ് നമ്മൾ മലയാളികളെ പറ്റി പലപ്പോഴും പറയാറുള്ളത്. ഭാഷയെ കൈവിടുന്നവർ, ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ബംഗാളിലുള്ളവർ, അതുപോലെ തമിഴ്നാട്ടിലുള്ളവർ, കന്നഡയിലുള്ളവരൊക്കെ അവരുടെ ഭാഷയോട് കാണിക്കുന്ന ഒരു സ്നേഹം, ബഹുമാനം, ആദരവ്, പരിഗണന, ഇതൊന്നും നമ്മുടെ ഭാഷയോട് നമ്മൾ മലയാളികൾ കാണിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഭാഷയെ സ്നേഹിക്കുക, തിരിച്ചറിയുക, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മാതൃഭാഷാ ദിനത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. മറ്റെല്ലാ രംഗങ്ങളിലും എന്ന പോലെ നമ്മുടെ മാതൃഭാഷയുടെ രംഗത്തും ഒരുപാട് മൂല്യശോഷണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം ആണ് ഇത്. ഇപ്പോഴും ബോധപൂർവമോ അല്ലാതെയോ നമ്മുടെ ഭാഷയിലേക്ക് മറ്റു ഭാഷാ പദങ്ങൾ വളരെ സ്വതന്ത്രമായി കടന്നു വരികയും നമ്മുടെ ഭാഷയെ ഞെക്കിക്കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യം ഇന്ന് ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ വൈകാരികം എന്ന് പറയാവുന്ന ചില പദങ്ങളൊക്കെ ഇന്ന് അപ്രത്യക്ഷമാവുകയും അതിന് ബദലായിക്കൊണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ അതുപോലെ മറ്റ് ഭാഷാ പദങ്ങളൊക്കെ കടന്നു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് അതിനെതിരെ തീർച്ചയായിട്ടും ശബ്ദമുയർത്തിയില്ലെങ്കിൽ നാളെ ഭാഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ പേടിക്കുന്നു. മാതൃഭാഷ ദുർബലാവുക എന്ന് പറയുന്നത് ഒരു സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാം. അതേസമയം ഈ മാതൃഭാഷയിൽ അല്ലെങ്കിൽ ഒരു ഭാഷയിൽ പരകീയ പദങ്ങൾ ധാരാളമായി വരുന്നു, മലയാളികൾ ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതേ അളവിൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷ് സാർവത്രികമായി പഠിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്നൊരു ഭാഷയിൽ പുതിയ തലമുറയിലെ ആളുകൾ മലയാള ഭാഷയുടെ ഘടനക്കകത്ത് തന്നെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മലയാളത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്തെങ്കിലും ദൗർബല്യം ഉണ്ടാവും എന്ന് കരുതുന്നതിൽ ന്യായമില്ല. അതേസമയം ഒരു വാക്ക് അത് ഏത് ഭാഷയിലേതുമാകട്ടെ ആ വാക്കിന് ദീർഘമായൊരു ചരിത്രമുണ്ട്. അതുകൊണ്ടൊരു ഭാഷയിലൊരു വാക്കില്ലാതാവുമ്പോൾ ആ വാക്കുമായി ബന്ധപ്പെട്ട ദീർഘമായി ചരിത്രം ഇല്ലാതാവുന്നു എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ ഭാഷയിലെ ഒരു വാക്ക് പകരം വെക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഭാഷയുടെ ഉപയോഗത്തിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും മോശം രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സാഹചര്യം പറയാനോ അല്ലെങ്കിൽ ആശയങ്ങൾ പറയാനായിട്ട് പുതിയ പുതിയ വാക്കുകൾ, ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്നാണെങ്കിൽ ഇപ്പം നമ്മളാരും ഭക്ഷണം കഴിച്ചോ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല, കൂടുതലായിട്ടും ഫുഡ് കഴിച്ചോ അങ്ങനെയുള്ള വേർഡ്സ് എല്ലാം ഉപയോഗിക്കൽ. അതുപോലുള്ള മാറ്റങ്ങൾ നമ്മുടെ മാതൃഭാഷയിൽ കാര്യമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. മനുഷ്യൻ സംസാര ഭാഷ ഉണ്ടായത് മുതൽ വിവിധ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഭാഷ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നമ്മൾ പല ഭാഷകളും ലോപിച്ച് ആണ് സംസാരിക്കുന്നത്. അതുപോലെ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ എന്ന് പറയുന്നതിന് പകരം ഫാദർ എന്നോ ഡാഡി എന്നോ വിളിക്കുന്നു. അമ്മ എന്ന് പറയുന്ന നല്ല ഒരു വേർഡിന് പകരം മമ്മി, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. സാങ്കേതികവിദ്യ വളരുകയും ലോകം ചെറുതാകുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ സാധാരണമായിരിക്കാം. എല്ലാം മലയാളത്തിൽ വേണമെന്ന ബാലിശമായ ചിന്തയല്ല ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഭാഷയുടെ നിലനിൽപ്പ് നമ്മുടെ കൈകളിലല്ലെങ്കിൽ പിന്നെ മറ്റാരുടെ കൈകളിലാണ്? നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. മുട്ടോളം ചെളിയാണേലും കർഷകൻ മനസ്സ് വെച്ചാൽ അതിൽ പൊന്നു വിളയിക്കാം. തന്റെ ജീവിതാനുഭവം പറയുകയാണ് KVR കണ്ണൻ. കാലാവസ്ഥ വ്യതിയാനം, സമയം തെറ്റി പെയ്യുന്ന മഴ, ഇതൊക്കെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടേണ്ടി വരാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൃഷിയെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർഷകൻ അതിനൊക്കെ മറ്റൊരു ഉപാധി കണ്ടെത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. KVR കണ്ണേട്ടൻ എനിക്കൊപ്പം ഉണ്ട്. അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രത്യേക രീതിയിലൊരു കൃഷി രീതി
അവലംബിക്കുകയും അത് വിജയപ്രദമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ണേട്ടനോട് തന്നെ ചോദിച്ചറിയാം. കണ്ണേട്ടാ, ഈ പറഞ്ഞതുപോലെ മഴ വന്നു, കളം കണ്ടം മുഴുവൻ ചെളിക്കണ്ടമായി മാറി, ഇവിടെ എങ്ങനെ പച്ചക്കറി നടന്നൊക്കെ നാട്ടുകാരൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റിയത്? കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൂട് മാത്രമല്ല, മഴയും അമിതമായ മഴ പെയ്യുമ്പോൾ സാധാരണ 2 വിളക്കണ്ടമാണ്. ആദ്യം നെൽകൃഷി കഴിഞ്ഞിട്ട് പിന്നെ നവംബർ ആകുമ്പോൾ സാധാരണ എല്ലാ കൊല്ലം നവംബർ ആകുമ്പോൾ കൃഷി ഇറക്കല്ലേ. ഇപ്രാവശ്യം നവംബർ, ഡിസംബർ, ജനുവരി ആകുമ്പോൾ വെള്ളം പറ്റില്ല എന്ന് നമുക്ക് തോന്നി. അപ്പോൾ മുട്ടോളം ചളിയിൽ നമുക്കൊരു ഈ കൃഷി രീതി പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ തറമറിച്ചു, ചളിയിൽ മുട്ടോളം ചളിയിൽ തറമറിച്ച് അതിന് മേലെ ജൈവവളം ഇട്ടു, വേപ്പുണ്ണാക്കിട്ടു, വീണ്ടും അതിന് ചളി പറിച്ചു, പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു, എന്നിട്ട് 2 ദിവസം ഗ്യാപ്പ് വെച്ചു. എന്നിട്ടൊരു ചെറിയ അവിടെ 4 അടി വിട്ട് ചെറിയ എക്സ്ട്രാ ബ്ലേഡ് എടുത്തിട്ട് അതിനെ മുറിച്ചിട്ട് അതിൽ വിത്ത് നട്ടു. അങ്ങനെ ആ വിത്ത് 4 നട്ടു, 2 തൈ വെച്ചു. അത് വമ്പിച്ച വിജയമാണ്. ഈ ജൈവ കർഷകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കീടങ്ങളുടെ ആക്രമണം കൂടുതലായിരിക്കും, വലിയ വിളവുണ്ടാക്കാൻ പറ്റാറില്ല എന്നൊക്കെ പരക്കെ പറയാറുണ്ട്. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഒരു ജൈവ കർഷകനായി നിൽക്കുമ്പോൾ കണ്ണേട്ടനെന്നാണോ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, അത് അങ്ങനെ വെറുതെ പറയുന്നത്. അങ്ങനെ കീടങ്ങളെ ശല്യമൊന്നുമില്ല. കാരണം നമ്മുടേതായ വിത്തുകൾ മാറുമ്പോഴാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് ഇപ്പോൾ 40, 40, 45 വർഷമായിട്ട് പൂർണ്ണ ജൈവ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടേതായ പാരമ്പര്യമായിട്ട് വിത്ത് നമ്മൾ തന്നെ നമ്മളെടുക്കുന്ന ആ വിത്തിനൊരു പ്രതിരോധ ശേഷിയുണ്ട്. അത് മുളച്ച് വളരെ പെട്ടെന്ന് വരും. അതിന് നമുക്ക് പെട്ടെന്ന് വളരാനുള്ള ഇതൊക്കെ കൊടുക്കും. ജീവാമൃതം കൊടുക്കും, പുളിപ്പിച്ചത് കൊടുക്കും, മൂത്രം കൊടുക്കും, ഇതല്ലേ കൊടുക്കുന്നു. അതിനാവശ്യമായ നൈട്രജനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം വളരെ പെട്ടെന്ന് മെല്ലെ മെല്ലെ വളർന്നു വരുമ്പോൾ കീടങ്ങൾ ശല്യം ഉണ്ടാകുന്നില്ല. പുതിയ ഒരു കൃഷി രീതി അനുസരിച്ച് ക്യാബേജ്, കോളിഫ്ലവർ പോലെയുള്ളതൊക്കെ നമ്മളെല്ലാവരും കൃഷി ചെയ്ത് തുടങ്ങിയല്ലോ. അത് നമ്മുടെ ഈ നാട്ടിന് പറ്റുന്നതാണോ? ഈ കീടനാശിനി ഇല്ലാതെ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊക്കെയാണോ? അല്ല, അത് നമ്മുടെ നാട്ടിൽ പറ്റിയ കൃഷിയല്ല. അത് ഊട്ടി കൊടുക്കുന്ന എല്ലാം നല്ല തണുപ്പ് വേണം. അതിൽ ഇപ്പം കുറച്ച് തണുപ്പ് വരുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വിഷമില്ല ഉണ്ടാക്കുക. ഞാൻ ഇപ്രാവശ്യം 100ഓളം കോളിഫ്ലവർ ഉണ്ടാക്കി. നല്ല വിജയമാണ്. 1 കിലോ വരെ വന്നു. നല്ല കോളിഫ്ലവറാണ്. വിളവെടുത്തു, ക്യാബേജും ഉണ്ടായി. നമ്മുടെ ആവശ്യത്തിന് വിപണനം നടത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനല്ല. രസകരമായിട്ടില്ലേ, അതിന് വിത്ത് വരണ വാങ്ങിക്കാൻ നമുക്ക് വിത്തെടുക്കാൻ പറ്റില്ല. അവർ രസകരമായിട്ട് ചെയ്യുന്നു. അത് നല്ലൊരു തണുപ്പ് വേണം. അതിന് വളം പ്രശ്നമല്ല. തണുപ്പ് എത്ര തന്നെ വളം കൊടുത്താലും തണുപ്പില്ലെങ്കിൽ വളരില്ല. പലപ്പോഴും ഈ വളങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ചെടികൾക്ക് കൊടുക്കാന്ന് ജീവാമൃതമൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ശരിക്കും? ഒന്നും നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഒരു രാസവളത്തിന് പിന്നാലെയും വേണം. അപ്പോൾ 2 ബാരലിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൽ ജീവാമൃതമാണ്. 10 ലിറ്റർ പശുമൂത്രം, 10 കിലോ ചാണകം, 2 കിലോ പയറുപൊടി, ഏതെങ്കിലും പയർ, കടല ഏതെങ്കിലും പയറുപൊടി, 2 കിലോ കറുത്ത വെള്ളം, 10 പിടി മേൽമണ്ണ്, നല്ല മണ്ണ്, 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചു. ഒരു ദിവസം 3 നേരം ഇളക്കണം. ക്ലോക്ക് വൈസിൽ മെല്ലെ ഇളക്കുക. 2 മിനിറ്റ് സമയം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. പിന്നെ അങ്ങനെ 3 നേരം ഇളക്കി 4ാമത്തെ ദിവസം വീണ്ടും 5 ഇരട്ടി വെള്ളം ചേർക്കുക. 500 ലിറ്ററാക്കി മാറ്റുക. അത് 500 ലിറ്ററായി കോരി ഒഴിക്കുമ്പോൾ അത്ഭുതം കാണാൻ കഴിയും. കോടാനുകോടി ജീവാണുക്കൾ, 5 കോടി മുതൽ 8 കോടി ജീവാണുക്കളെ ഉണ്ടാവും. അപ്പോൾ ഒരു പാട്ട എടുത്തിട്ട് നമ്മളൊരു ചെടിക്ക് ഒഴിക്കുമ്പോൾ 3 ലക്ഷത്തിൽ മേലെ ജീവാണുക്കൾ മണ്ണിനടിയിലേക്ക് പോകും. അപ്പം തന്നെ അത് അവിടുത്തെ പ്രവർത്തനം തുടങ്ങി ആ വളത്തെ നൈട്രജനാക്കി മാറ്റി വലിച്ചെടുക്കണം. ഒരാഴ്ച കൊണ്ട് ഭയങ്കരമായി അടക്കുമ്പോഴത്തേനൊക്കെ അത് ഒഴിച്ചതാണ് ഇത്രയും പെട്ടെന്ന് വന്നത് ജീവാമൃതം. പിന്നെ നൈട്രജൻ കൊടുക്കുന്നത് യൂറിയാനേക്കാൾ ഫെക്ടംബോസിനേക്കാൾ നൈട്രജൻ ഉണ്ടാക്കാം. അതിപ്പം 5 കിലോ പച്ചച്ചാണാണ്. അല്ല, 4 കിലോ കടലപ്പുണ്ണായും 20 കിലോ പച്ചച്ചാണം. 1:5. 1 കിലോ കടലപ്പുണ്ണാക്ക് 5 കിലോ പച്ചച്ചാണം. അപ്പോൾ 4 കിലോ വെള്ളപ്പുണ്ണായി 20 കിലോ പച്ചച്ചാണം പായസം രൂപത്തിൽ കലക്കി വെച്ചു. 10 ദിവസം വെക്കണം. എന്നിട്ട് 3 ഇരട്ടി വളം ചേർത്ത് ഒഴിച്ചാൽ യൂറിയം ഫാക്ടംബോസ് തോറ്റു. ഒരു ഇംഗ്ലീഷിൻ്റെ പിന്നാലെയും പോകണ്ട. 45 വർഷമായിട്ടും ആരും വെല്ലുവിളിക്കും 100% വിജയപരമായിട്ട് ഉൽപ്പാദനം ഉണ്ടാക്കുക. ഒരു രാസവളത്തിൻ്റെ ആവശ്യമില്ല, കീടനാശിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർക്കും ജൈവ കൃഷി രീതി അത്ര ലാഭകരമല്ലാതെയൊന്നും അല്ല എന്നാണ് കണ്ണേട്ടൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെതായ രീതിയിൽ ഇതുപോലുള്ള നാടൻ വളങ്ങളുമൊക്കെ ഉപയോഗിച്ച് കൃത്യമായ പരിചരണമൊക്കെ നൽകുകയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ നിന്നും വലിയ വരുമാനം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് കണ്ണേട്ടൻ പറഞ്ഞു വെക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ഭക്തിയുടെ നിറവിൽ കുളപ്പുറത്തുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പൻ കൂത്തിന് തുടക്കമായി. ഷൊർണൂരിലെ TS പരമേശ്വരന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള കളം വരയ്ക്കുന്നതും കൂത്ത് അവതരിപ്പിക്കുന്നതും. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇവിടെ അയ്യപ്പൻ കൂത്ത് നടക്കുകയാണ്. 12 ദിവസങ്ങളിലായിട്ടാണ് അയ്യപ്പൻ കൂത്ത് നടക്കുന്നത്. ഇതിൻ്റെ ഈ അനുഷ്ഠാന കലാരൂപത്തിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും നമ്മോടൊപ്പം ചേരുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ അവരോട് നമുക്ക് ചോദിച്ചറിയാം. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ആദ്യം ചേരുകയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ചോദിച്ചറിയാം. നമസ്കാരം സാർ. പേരെന്താണ്? എൻ്റെ പേര് സുരേഷ് നായർ എന്നാണ്. ഞാൻ ഇവിടെ തന്നെയാണ് താമസം. ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും? ഇത് ചരിത്ര രേഖകൾ കാണുന്നത് 700 വർഷത്തോളം ഈ അമ്പലത്തിന്, ഈ അയ്യപ്പന് പഴക്കമുണ്ട്.
സ്വയംഭൂവാണെന്നാണ് ഇവിടുത്തെ പ്രാദേശിക ഇത് മനസ്സിലാക്കുന്നത്. പ്രാദേശികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്വയംഭൂവായ അയ്യപ്പൻ്റെ വിഗ്രഹമാണ്. അതാണ് ആ പാലയുടെ ചുവട്ടിലുള്ളത്. അപ്പോൾ അത് പിന്നെ കാലാന്തരത്തിൽ അത് മാറി മാറി വന്നു. ഇത് വേറൊരു സമുദായത്തിൻ്റെതാണെന്ന് ആദ്യം പറയുന്നുണ്ട്. പിന്നെ അത് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ കയ്യിൽ എത്തിപ്പെട്ട് ഇപ്പോൾ ക്ഷേത്രം ഈ നിലയ്ക്ക് എത്തിപ്പെട്ടു. നിത്യപൂജ നടക്കുന്നൊരു നിത്യപൂജ 2 നേരം പൂജയുണ്ട്, അയ്യപ്പൻ കൂത്തുണ്ട്. പിന്നെ ഏപ്രിൽ 11 ഈ വർഷം ഏപ്രിൽ 11 ഉത്തരവിളക്ക് മഹോത്സവം, അതാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം. പിന്നെ ഈ അയ്യപ്പൻ കൂത്തും, ഇതാണ് പ്രധാനമായ 2 ഇതുള്ളത്. ഇപ്പോൾ ക്ഷേത്രം ഒരു പുനരുദ്ധാരണത്തിൻ്റെ വക്കിലാണ്. കാരണം ഇത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി വന്ന് ഇത് റെഡിയാക്കി വരുന്നു. എന്തായാലും നമുക്ക് ഈ അയ്യപ്പൻ കൂത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചേരുകയാണ്. ആ പേരെന്താണ് സർ? എൻ്റെ പേര് പരമേശ്വരൻ. ഞാൻ ഇവിടുത്തെ നല്ല ഷൊർണൂർ ഉണ്ടായ എന്ന് പറയും. എത്ര കാലമായി ഈ രംഗത്ത്? ഞാനിവിടെ അച്ഛൻ്റെ കൂടെ വരാൻ തുടങ്ങി. അച്ഛൻ വല്യച്ഛന്മാരുടെ കൂടെ വരാൻ തുടങ്ങി. ഏട്ടന്മാർ മുത്തച്ഛന്മാർ അവരെങ്കിൽ ഇതൊരു പാരമ്പര്യമായിട്ടുള്ള അനുഷ്ഠാന കലയാണ് ഈ അയ്യപ്പൻ കൂത്തുന്നത്. ഇവിടെ പോയി പറഞ്ഞു വരുന്നത് ഞാൻ 7ാമത്തെ തലമുറയായിട്ടാണ് ഈ കുളപ്പുറത്തുകാവിൽ വരുന്നത്. ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 35-40 കൊല്ലത്തിൻ്റെ അടുത്തായി. അച്ഛൻ്റെ കൂടെ വന്നിട്ട് പാട്ട് പഠിച്ചും കളരി പഠിച്ചും എല്ലാം അച്ഛൻ്റെ ഗുരു തന്നെയാണ്. അച്ഛനും ഗുരു ഒക്കെ എല്ലാം അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ കീഴിൽ വന്നിട്ടാണ് ഞാൻ ഇതെല്ലാം തന്നത്. ഇത് 2000 മുതൽക്കാണ് ഞാൻ അച്ഛൻ അവച്ച നിലയിൽ കിടക്കുന്ന സമയത്ത് 2000 മുതൽക്കാണ് ഞാൻ കുളപ്പുറത്ത് കാവിൽ എല്ലാ ക്ഷേത്രങ്ങളിലും. എങ്ങനെയാണ് നമ്മുടെ അയ്യപ്പൻ കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാലാഴി അമൃതപദം കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് 12, അതായത് ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 12 എപ്പിസോഡ്. അതായത് അമൃത് കട്ട് കൊണ്ടുപോകലും, അത് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് യുദ്ധം ചെയ്യലും, എന്നിട്ട് വിട്ടുപോകാൻ അത് മോഹിനി രൂപം കൊണ്ടിട്ട് അമൃത് ദേവകൾക്കും ദേവരാജാവിൻ്റെ ജരാധര തീരുമാനമായിക്കൊണ്ടാണ് ഈ അമൃത്. അതായത് ദുർവാസാവുമായിട്ട് ശപിച്ചു. അത് ശപിച്ചതിൻ്റെ ശേഷമാണ് ദേവരാജാവിന് ഒക്കെ ജരാധരൊക്കെ കൂടുതൽ കണ്ടിട്ട്. അപ്പോൾ ഇത് പോവാനായിട്ട് അതായത് അമൃത് കടയണം. ഈ അമൃത് കടഞ്ഞിട്ട് അമൃത് പുരിച്ചാലാണ് ഈ ജരാധര തീരുള്ളൂ. അങ്ങനെ അമൃത് ദേവന്മാരും അസുരന്മാരും കൊണ്ട് യുദ്ധം ചെയ്യലും ഇതിന് പല കുറേ കഥകളുണ്ട്. ഉപകഥയായിട്ട് കുറേ കഥകളുണ്ട്. 12 കഥ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്നത്? ചടങ്ങുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ കൂറ ഇടുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ആ കൂറിട്ട് കഴിഞ്ഞാൽ അതായത് അയ്യപ്പൻ്റെ കറുത്ത വസ്ത്രം, അതായത് ഇപ്പോൾ ശബരിമല സീസണിലെ കൈ മണ്ണക്കാലത്ത് കറുപ്പ് വസ്ത്രം ധരിച്ചിട്ടൊക്കെ അല്ലേ പോണത്. അതുമാതിരി അയ്യപ്പൻ്റെ കറുത്ത വസ്ത്രം, അത് കൂറ എന്ന് പറയും. ആ കൂറ ദേവൻ്റെ അടുത്ത് വെച്ച് ഒരു പുഷ്പം എടുത്ത് ആരാധിച്ചിട്ട് ആ കൂറ എനിക്ക് തന്ന് ഞാനത് കൂറ ശംഖ് വിളിച്ച് വരന്തല കൊട്ടി ശംഖ് വിളിച്ചിട്ട് കൂറ വിധാനിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചപ്പാട്ട് എന്നുള്ളൊരു ചടങ്ങുണ്ട്. ആ ഉച്ചപ്പാട്ട് എന്നുള്ളൊരു ചടങ്ങ് അതായത് 12,000 ഭൂതങ്ങളൊക്കെ ഇന്നിവിടെ അയ്യപ്പൻ്റെ കഥ അവതരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ക്ഷണിക്കുക എന്നുള്ളൊരു ഇതായിട്ടാണ് തത്വം പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞാൽ ദേവനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഒരു 108 കാവ് ഉണ്ട്. ആ 108 കാവെല്ലാം ജപിച്ച് ഒരു ചെറിയൊരു പാട്ട് പാടി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അകത്തേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ച തിരിഞ്ഞിട്ട് ഒരു നട തുറന്നു കഴിഞ്ഞാൽ 5 മണിക്ക് ക്ഷേത്രം മേശാന്തി വന്നിട്ട് പൊടി വിളക്കുകൊണ്ട് നമ്മുടെ നിലവിളക്ക് റെഡിയാക്കി വെച്ചിട്ട്, അത് കളവക്കാരൻ്റെ ജോലിയാണ്. ആ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാലാണ് കളവ് കുറിക്കുക. ആദ്യം കളവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്? അരിപ്പൊടി, മഞ്ഞപ്പൊടി, പച്ചപ്പൊടി, കറുത്തപ്പൊടി, ചുവന്ന പൊടി എന്ന് പറയുന്നത് മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടിയിട്ട് തിരുമ്പിയിട്ടുള്ളതാണ് ചുവന്ന പൊടി. അതേമാതിരി ഈ വാകട ഇല, കുന്നിക്കുരുമണിയുടെ ആ ഇല, അതൊക്കെയാണ് ഉണക്കിയിട്ട് നിഴലിൽ ഉണക്കി പൊടിച്ചതാണ് ഈ പച്ചപ്പൊടി. പിന്നെ കറുത്തപ്പൊടി ഉമിക്കരി, പിന്നെ അത് അതേമാതിരി അരിപ്പൊടി, അത് അരി കുതിർത്തിയിട്ട് പൊടിച്ചിട്ട് വലിയ പോയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്ന പൊടിയാണ്. അത് നൈസായിട്ട് പൊടിക്കാൻ പാടില്ല, വളരെ മൃദുവായി പാടില്ല, എഴുതണം, കുറിക്കാനുള്ളതാണ്. അതിൻ്റെ അതിനനുസരിച്ചുള്ള പൊടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പഞ്ചവർണ്ണപ്പൊടികളെ നാച്ചുറൽ പൊടികളാണെല്ലാം, അതുകൊണ്ട് കെമിക്കലായിട്ടുള്ളതൊന്നുമില്ല. പഞ്ചവർണ്ണപ്പൊടികളുണ്ട്. അയ്യപ്പൻ്റെ രൂപം വരയ്ക്കുകയാണ്. പുലിപ്പുറത്ത വാഹനമുണ്ട്, കുതിരപ്പുറത്ത വാഹനമുണ്ട്, പിന്നെ പ്രഭാമണ്ഡലത്തോടു കൂടിയുള്ള 5 തരത്തിലാണ് കളം വരയ്ക്കുന്നത്. അതിന് ആടയാഭരണങ്ങൾ, മാല, പട്ട് ഇതൊക്കെ എല്ലാം വരച്ചിട്ട് അതിട്ട് അത് ദേവചൈതന്യം വെറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ദേവനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ ആദ്യം കുളിച്ച് തീയാടി നമ്പി എന്നാണ് ഞങ്ങളെ പറയാം. ഈ കൂത്ത് നടത്തുന്ന ആൾ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് തച്ചുകൊടുത്തിട്ട് വന്നിട്ട് മറ്റേ ആടയാഭരണങ്ങളൊക്കെ അണിയും. കൂത്ത് എന്നുള്ള ചടങ്ങിന് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് അയ്യപ്പൻ്റെ ഈ 12 കഥ 12 ദിവസമായിട്ട് ഓരോ ദിവസം ഓരോ കഥയായിട്ട് ഇങ്ങനെ അത് ആടും ചെയ്യും പാടും ചെയ്യും. അത് കഴിഞ്ഞാൽ എഴുന്നള്ളിച്ച് വെച്ചിട്ട് കളം പൂജ കഴിഞ്ഞാൽ ആ തോറ്റം പാടുക, ആടുക. അത് കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് തിരിച്ചെഴുന്നള്ളിക്കണം. എന്നതിന് ശേഷമേ കളം തൊടാൻ പാടുള്ളൂ, ചവിട്ടാൻ പാടുള്ളൂ. ഈ കളപ്രദർശനം ഉണ്ട്, ദേവൻ്റെ നൃത്തം. ആ നൃത്തം പല രൂപ താളത്തിലായിട്ട് അങ്ങനെ നൃത്തം ചവിട്ടി കഴിഞ്ഞതിന് ശേഷം കളത്തിലേക്ക് ചാടി കുരുത്തോലെല്ലാം വെട്ടി ആക്കി കഴിഞ്ഞിട്ട്
പീഠത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തിരുമുഖം മാറ്റിയിട്ട് ആ തിരുമുഖമാണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് കൊടുക്കേണ്ടത്. ഇതാണ് ചെറിയൊരു രൂപത്തിലുള്ള അയ്യപ്പൻ്റെ കൂത്തിൻ്റെ കഥ. സ്വാമി അയ്യപ്പനുമായി ബന്ധപ്പെട്ട 12 കളങ്ങളാണ് അയ്യപ്പൻ കൂത്തിൻ്റെ ഭാഗമായി ഇവിടെ വരക്കുന്നത്. ഈ അനുഷ്ഠാന ചടങ്ങ് കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അയ്യപ്പൻകാവിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്. ഡൽഹിയിൽ BJP സർക്കാർ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മധുര വിതരണം നടത്തി. ഡൽഹിയിൽ BJP സർക്കാർ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മധുര വിതരണം നടത്തി. പനക്കീൽ ബാലകൃഷ്ണൻ, നന്ദകുമാർ TV, അക്ഷത S ഷേണായി, സുജിത് കുമാർ, ശിവാനന്ദ പ്രഭു, തമ്പാൻ കെ, ശ്രീനിവാസ ഷേണായി എന്നിവർ മധുര വിതരണത്തിന് നേതൃത്വം നൽകി. ഇന്ദ്രപ്രസ്ഥത്തിൽ വീണ്ടും താമര വിരിഞ്ഞിരിക്കുകയാണ്. രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഈ സമയത്ത് ഭാരതത്തിലെ നരേന്ദ്രമോദിയുടെ വികസനത്തിനുള്ള ഒരു പൊൻതൂവലാണ് ഡൽഹിയിലും നമുക്ക് കാണാൻ പറ്റിയത്. അതിൻ്റെ ഭാഗമായി BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ മധുര പലഹാരം വിതരണം ചെയ്യുകയുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തേങ്ങയുടെ വില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുമ്പോഴും തേങ്ങ ഉൽപാദനം കുറയുന്നത് കേര കർഷകരിൽ നിരാശ പടർത്തുന്നു. വില വർദ്ധിക്കുമ്പോൾ ഉൽപാദനക്കുറവും ഉൽപാദനമുണ്ടാകുമ്പോൾ വിലക്കുറവും എന്നതാണ് സ്ഥിതി. പച്ചത്തേങ്ങയുടെയും കൊപ്രയുടെയും വില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുമ്പോഴും ജില്ലയിലെ കേര കർഷകർ നിരാശയിൽ. തെങ്ങുകളിലുണ്ടാകുന്ന അജ്ഞാത രോഗവും കാലാവസ്ഥാ വ്യതിയാനവും അടക്കമുള്ള കാരണങ്ങളാണ് തേങ്ങയുടെ ഉൽപാദനം ഗണ്യമായി കുറയാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സാമാന്യം നല്ല വില ലഭിക്കുമ്പോൾ തെങ്ങുകളിൽ തേങ്ങയില്ലെന്നും കർഷകർ പറയുന്നു. ഇത് ഈ മേഖലയിലെ കച്ചവടക്കാരെയും തൊഴിലാളികളെയും എല്ലാം ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഏറെക്കാലത്തിന് ശേഷമാണ് തേങ്ങയ്ക്ക് ഇത്രയും വർദ്ധിച്ച വില വന്നിരിക്കുന്നത്. എന്നെങ്കിലും തെങ്ങിൻ്റെ മേലെ കായ്ഫലം വളരെ കുറവാണ്. അതിന് ഉൽപ്പാദന ചെലവ് വളരെയധികം അധികമാണ്. എങ്കിലും ഉൽപ്പന്നം ഉണ്ടാകുന്നില്ല. മാത്രമല്ല അതിന് തെങ്ങിന് മേലെ കയറാനും ആളെ കിട്ടാനില്ല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിലാണ് കേര കർഷകർ അഭിമുഖീകരിക്കുന്നത്. പച്ചത്തേങ്ങയുടെ ഇന്നത്തെ വില 55 മുതൽ 58 രൂപ വരെയാണെങ്കിൽ ഉണ്ടക്കൊപ്രയുടെ വില 150-ൽ കൂടുതലാണ്. ഇത് ഇന്നേവരെയുള്ള വിലയിലുണ്ടായ സർവകാല റെക്കോർഡാണ്. 2017-ലാണ് നേരത്തെ പച്ചത്തേങ്ങയ്ക്ക് വില കൂടിയ സമയം. അന്ന് വില 43 രൂപ വരെ എത്തിയിരുന്നു. ആ വിലക്കയറ്റം കുറച്ചു മാസമേ നിലനിന്നിരുന്നുള്ളൂ. 2021-ലാണ് വില കുത്തനെ ഇടിഞ്ഞത്. അന്നത്തെ വില 20-ലേക്ക് എത്തി. ഇത് കേര കർഷകരെ ഏറെ നിരാശയിലാക്കിയിരുന്നു. ചില സീസൺ സമയങ്ങളിലാണ് നാളികേര വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വെളിച്ചെണ്ണയുടെ ഡിമാൻഡ് മുന്നിൽ കണ്ടാണ് വില കുത്തനെ കൂടുന്നത്. ഓണ സീസണിലാണ് ഇത് ഏറെ പ്രതിഫലിക്കുന്നത്. അതുപോലെ നവരാത്രി ആഘോഷങ്ങൾക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വലിയ തോതിൽ തേങ്ങ കയറ്റി അയക്കുന്നതും ആ സമയങ്ങളിൽ വില കൂടാൻ കാരണമാകുന്നുണ്ട്. ഈ ശബരിമല സീസണിലും വില നന്നായി ഉയർന്നിരുന്നു. ജില്ലയിലെ കേര കർഷകരുടെ പ്രശ്നങ്ങളിൽ ആവശ്യമായ ഇടപെടലും പരിശോധനയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൃഷിവകുപ്പിന്റെയും ഉന്നത അധികൃതരുടെയും ശക്തമായ ഇടപെടലും ഉണ്ടാകണം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൊച്ചിയിൽ നടന്ന ഡൗൺ സിൻഡ്രം നാഷണൽ ഗെയിംസിൽ തിളങ്ങി ചെറുതാഴം മേലെ അതിയിടത്തെ PT ശബരിനാഥ്. ഷോട്ട്പുട്ടിൽ സ്വർണവും ഓട്ടമത്സരത്തിൽ വെള്ളിയും സ്വന്തമാക്കി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് നെരുവമ്പ്രം UP സ്കൂളിലെ 6ാം തരം വിദ്യാർത്ഥിയായ ശബരിനാഥ്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നെരുവമ്പ്രം UP സ്കൂളാണ്. നെരുവമ്പ്രം UP സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കലോത്സവങ്ങളിലൊക്കെ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ സ്കൂളാണ്. ഒപ്പം ഈ സ്കൂളിലെ ശബരിനാഥ വീണ്ടും ഒരു സ്വർണ്ണ മെഡൽ നേടിയ കഥയുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ശബരി, നമസ്കാരം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലല്ലേ? ഈ സ്കൂളിലെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ശബരിനാഥ്. ശബരിനാഥിൻ്റെ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് പറയുന്നതിന് വേണ്ടി ശബരിയുടെ അച്ഛനുണ്ട്, അതുപോലെ തന്നെ ഈ സ്കൂളിലെ പ്രധാനാധ്യാപികയുണ്ട്, BRCയിലെ ടീച്ചർമാരുണ്ട്. ആദ്യം നമുക്ക് ശബരിയുടെ അച്ഛനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. പേരെന്ന് പറയാം? എൻ്റെ പേര് പ്രജിത്ത്. അല്ലേ?
എവിടെയാ വീട് എവിടെയാ? വീട് ചെറുതാഴം പഞ്ചായത്തിൽ മേലതേടം അല്ലേ? അപ്പോൾ ശബരി നമ്മുടെ നാടിനും അതുപോലെ തന്നെ സ്കൂളിനൊക്കെ അഭിമാനമായി മാറിയിരിക്കുന്നതാണ്. എന്താണ് ആ നേട്ടം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം? ഇപ്പം കിട്ടിയത് കൊച്ചിയിൽ വെച്ച് നടന്ന ഈ മാസം 8-9 തീയതിയിൽ കൊച്ചിയിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസ് ഉണ്ടായിരുന്നു. അതിൽ ഷോർട്ട് പുട്ടിന് 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും, പിന്നെ അതുപോലെ 50 മീറ്റർ ഓട്ടത്തിൽ 8 വയസ്സ് മുതൽ 11 വയസ്സിലെ കുട്ടികൾ 50 മീറ്റർ ഓട്ടത്തിന് 2ാം സ്ഥാനവും വെള്ളി മെഡലും. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നേടിയെടുക്കുന്നത്. അത് നമ്മുടെ കണ്ണൂർ ഇതിന് കാരണക്കാരായത് കണ്ണൂർ ദോസ്ത് ഗ്രൂപ്പാണ്. ഈ ഡൗൺ സിൻഡ്രോം കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ദോസ്ത് ഗ്രൂപ്പുണ്ട്. അതിൽ നമ്മുടെ ഇവിടെ 12 കുട്ടികളാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് പോയത്. എല്ലാ മക്കളും ഇതുപോലെ ഓരോ മെഡലുകൾ നേടിയെടുത്തിട്ട് അത് വാരിക്കൂട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ശബരിക്ക് ഒരു സ്വർണ്ണവും ഒരു വെള്ളിയും കിട്ടി അല്ലേ? എന്തായാലും നമ്മുടെ സ്കൂളിന് ഒരു അഭിമാനം തന്നെ. അതിന് കാരണക്കാർ നെരുമ്പൂർ സ്കൂളിലെ ടീച്ചേഴ്സും അതുപോലെ സാധാരണ മക്കളുമാണ്. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഇപ്പം ഞാൻ, പിന്നെ എൻ്റെ ഭാര്യ, പിന്നെ ഭാര്യയുടെ പേരെന്ന് പറയാം വിനീത, അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ മോള് +2. ശരിക്കും മോളെ പറഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്താണ് എൻ്റെ മോനെ. എന്തായാലും ശബരിയുടെ അധ്യാപകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചർ നമസ്കാരമുണ്ട്, ഒന്ന് പേരെന്ന് പറയാമോ? എൻ്റെ പേര് വത്സല, നെടുമ്പ്ര UP സ്കൂൾ HM ആണ്. അപ്പോൾ ശബരി ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് സ്കൂളിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ ഉഷാറായിട്ടാണ് ശബരി ചെയ്യുന്നത്. കാരണം ക്ലാസ്സിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ പഠനത്തിൽ എന്തായാലും മറ്റു കുട്ടികളെ പോലെ ആവില്ലല്ലോ. അതിന് നമുക്ക് BRC എന്നുള്ള ഒരു ടീച്ചറെ 7 ആഴ്ചയിൽ 3 ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഈ ഒരു വർഷം നോക്കുമ്പോഴേക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് ശബരിക്കുള്ളത്. ശബരിയുടെ പറഞ്ഞാൽ എല്ലാ കളിയിലായാലും അതുപോലെ ഈ ഡാൻസിൻ്റെ കാര്യത്തിലായാലും ചെണ്ട കൊട്ടുന്ന കാര്യത്തിലായാലും ഒക്കെ ഉഷാറാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു നേട്ടം നല്ല മിടുക്കനായ കുട്ടിയാണ്. എന്തായാലും നമ്മുടെ മാടായി BRCയും ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. BRCയിലെ അധ്യാപിക കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം, ടീച്ചറുടെ പേരെന്താ? എൻ്റെ പേര് റീജ. എന്താണ് BRCയുടെ നേതൃത്വത്തിൽ എന്താണ് ഇത്തരം BRCയിലെ പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. 1 മുതൽ 4 വരെ അതിയാടം LP സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഈ വർഷമാണ് നല്ല നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഗണിതം ഇതിലൊക്കെ നല്ല മാറ്റങ്ങൾ തന്നെ വന്ന് ABCD വരെ എഴുതാൻ അറിയുന്ന കുട്ടി ഇപ്പം ആപ്പിൾ, ബോൾ തുടങ്ങിയവയൊക്കെ അച്ചീവ് ചെയ്ത് നല്ലൊരു മാറ്റങ്ങൾ തന്നെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ശബരി നമ്മുടെ നാടിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ അഭിമാനമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെടുമ്പ്ര UP സ്കൂളിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മാഹി ഡെന്റൽ കോളേജിന്റെയും ഐഡിയ കോസ്റ്റൽ മലബാറിന്റെയും സഹകരണത്തോടെ പയ്യന്നൂർ BMLP സ്കൂളിൽ മെഗാ ഡെന്റൽ എക്സിബിഷനും സ്ക്രീനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു. മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ പ്രമോദ് നായനാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മാഹി ഡെന്റൽ കോളേജിന്റെയും IDA കോസ്റ്റൽ മലബാറിന്റെയും സഹകരണത്തോടെ പയ്യന്നൂർ BMLP സ്കൂളിൽ വെച്ച മെഗാ ഡെന്റൽ എക്സിബിഷനും സ്ക്രീനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു. മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ VV പ്രമോദ് നായനാർ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി മിഡ് ടൗൺ പ്രസിഡന്റ് CM സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. മാഹി ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ മേലത്ത്, IDA കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രതിനിധി ഡോക്ടർ സുജ വിനോദ്, പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം ഹെഡ് ഡോക്ടർ രജനി മേരി ജോർജ്, BMLP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ലസിത ടീച്ചർ, ബിന്ന സ്റ്റാൻലി, സുരേഷ് ഷെണായി, കലാധരൻ, അശോകൻ വേങ്ങേൽ, പ്രവീൺ മേച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ ഡെന്റൽ സ്ക്രീനിങ് കുട്ടികളിൽ എന്തെങ്കിലും ഈ സ്ക്രീനിങ് ക്യാമ്പോടുകൂടി വളർച്ചയിലോ അല്ലെങ്കിൽ പല്ല് സംബന്ധമായ ദന്തസംബന്ധമായ എല്ലാ അസുഖങ്ങളും സ്ക്രീൻ ചെയ്തതിന് ശേഷം അതുകൂടാതെ അവർക്ക് അതിനുള്ള ബോധവൽക്കരണം പാരൻസിനും കുട്ടികൾക്കും എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലും ഒരു അവലോകനം കൂടിയാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് ഏറ്റവും അധികം നമ്മുടെ ദന്ത വളർച്ചയും താടി എല്ലിൻ്റെ വളർച്ചയും ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളുടെ പല്ലിന്റെ വിവിധ മോഡൽ, പല്ലിന്റെ രോഗങ്ങളെക്കുറിച്ചുള്ള ആനിമേഷൻ വീഡിയോ, കുട്ടികളുടെ പല്ലിന്റെ സ്ക്രീൻ ടെസ്റ്റ് തുടങ്ങിയവ എക്സിബിഷനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാലം മാറുകയാണ്. ഇടവഴികളിൽ തുടങ്ങി ദേശീയപാത 66 വരെ നാം എത്തി നിൽക്കുന്നു. മാറുന്ന കാഴ്ചകൾ പഴയ തലമുറയെയും പുതിയ തലമുറയെയും ഒരേപോലെ ഹരം പിടിപ്പിക്കുന്ന ഒന്നാണ്.
പാതകളുടെ കാഴ്ചകൾ മാറുകയാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപ് നടപ്പാതകൾ ആയിരുന്നു കൂടുതലും. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വഴിയോരത്ത് മരം നട്ടു വളർത്തിയിരുന്നു. ചുമടിറക്കി വയ്ക്കാൻ അത്താണിയും സ്ഥാപിച്ചിരുന്നു. യാത്രക്കാർക്ക് കുടിക്കാൻ തണ്ണീർപന്തൽ ഒരുക്കി മോരും വെള്ളവും കൊടുത്തിരുന്നു. പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ കല്ലുകൊണ്ട് ചെത്തിയുണ്ടാക്കിയ മരിക സ്ഥാപിച്ചിരുന്നതും കാണാമറയത്തായ കാഴ്ചകളാണ്. ബ്രിട്ടീഷുകാർ വന്നതോടെയാണ് ഗതാഗതത്തിന്റെ രൂപം മാറി തുടങ്ങിയത്. വഴികൾ റോഡുകളായി മാറി. റോഡുകളിൽ ഓടിയിരുന്ന കാളവണ്ടിയും കുതിരവണ്ടിയും മാറി യന്ത്രവാഹനങ്ങൾ എത്തി തുടങ്ങി. ദേശീയപാത വികസനം പലവട്ടം വന്നു. ഇതൊക്കെയും പാതകളുടെ മാറുന്ന കാഴ്ചയെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. പുതിയ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ വഴിയോരങ്ങളിലെ കടകളും കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റിയതോടെ ഇനി പല നാടിന്റെയും രൂപം തന്നെ മാറി പുതിയതാകും. ഗ്രാമത്തിലെ ഇടവഴികളിൽ പലതും മായാതെ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. പണ്ട് കാലത്ത് ഇതിലേക്കൂടി പുല്ലേരിയാനെല്ലാം പോകുമ്പോൾ വലിയ കിളയാന്നുണ്ടായിനി. അത് അങ്ങ് നാച്ചാലിലെ ഇലയെക്കൂടിയെല്ലാം ഇങ്ങനെ വലിയ കുണ്ടം കിളയാന്നുണ്ടാവല്. അത് ഇലയെക്കൂടി അങ്ങ് ചിമേനി വരെ നമ്മൾ നടന്നിട്ടാണ് പുല്ലേരിയാനെല്ലാം പോലെ. പിന്നെ ഇപ്പം റോഡ് ഇതുവെല്ലാം വന്നുകൊണ്ട് നല്ല മാറ്റം വന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുത്തൂർ ഒയോളത്ത് തേൻ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പുത്തൂർ ഒയോളത്ത് തേൻ വിളവെടുപ്പ് നടത്തി. പനങ്ങാട്ട് ഭാസ്കരന്റെ തോട്ടത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. ഒരു സമ്മിശ്ര കർഷകനാണ് ഭാസ്കരൻ. തേനീച്ച വളർത്തലിൽ കൂടി ഭാസ്കരൻ എത്തുമ്പോൾ അത് സമ്മിശ്ര കൃഷിയുടെ പൂർണ്ണതയിലെത്തുകയാണ്. വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ പി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ്, ഉമാദേവി ടി എ, നിഷിത കുളങ്ങര, സീമ കെ പി, കേശവൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്വന്തമായി ഒരു വ്യക്തിക്ക് ജീവിത മാർഗത്തിന് വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് സംരംഭങ്ങൾ ഇന്നിപ്പോൾ കേരളത്തിൽ ഗ്രൂപ്പായിട്ടും വ്യക്തി എന്നുള്ള നിലയിലെല്ലാം ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ കൂടി ഭാഗം എന്നുള്ള നിലയിൽ കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽപ്പെടുന്ന ഒയോളം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നല്ല അംഗീകാരമുള്ളൊരു കർഷകനാണ് ഭാസ്കരൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് കണ്ണപുരം നാട്ടുകൂട്ടത്തിന്റെയും മിനി പാർക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അനശ്വര ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. 23-ന് വൈകുന്നേരം 4 മണിക്ക് കണ്ണപുരം മിനി പാർക്ക് ഹാളിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ ചെറുകുന്നിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സിനിമാ പിന്നണി ഗായകൻ വി ടി മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനവും അനുസ്മരണ ഭാഷണവും നടത്തും. എഴുത്തുകാരനും നാട്ടുകൂട്ടം പ്രസിഡന്റുമായ വി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. തുടർന്ന് പി ജയചന്ദ്രൻ പാടി അനശ്വരമാക്കിയ പാട്ടുകളുടെ കരോക്കെ ഗാനാലാപന സംഗമവും നടക്കും. മിനി പാർക്ക് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി എസ് അനിൽകുമാർ, ജിതേഷ് കണ്ണപുരം, പി പി സുരേഷ് കുമാർ, സതീഷ് കടാങ്കോട്, കെ വി വിജയൻ, രമേശ് ടി നമ്പ്യാർ, കെ പി അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ISM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന ക്യാപ്ഷനിൽ നടക്കുന്ന എവിഡൻസ് തുറന്ന സംവാദം ശനിയാഴ്ച വൈകിട്ട് 4:30-ന് പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടക്കും. സിനിമാ പിന്നണി ഗായകൻ വി ടി മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനവും അനുസ്മരണ ഭാഷണവും നടത്തും. എഴുത്തുകാരനും നാട്ടുകൂട്ടം പ്രസിഡന്റുമായ വി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. തുടർന്ന് പി ജയചന്ദ്രൻ പാടി അനശ്വരമാക്കിയ പാട്ടുകളുടെ കരോക്കെ ഗാനാലാപന സംഗമവും നടക്കും. മിനി പാർക്ക് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി എസ് അനിൽകുമാർ, ജിതേഷ് കണ്ണപുരം, പി പി സുരേഷ് കുമാർ, സതീഷ് കടാങ്കോട്, കെ വി വിജയൻ, രമേശ് ടി നമ്പ്യാർ, കെ പി അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2.5 കോടി രൂപയുടെ ഭരണാനുമതിയായി. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് ഇതിനാവശ്യമായ തുക വകയിരുത്തിയിരുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ കക്കോണിയിലും അറത്തിപ്പറമ്പിലും 2 വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ PH ആസിഫിനെയാണ് അന്വേഷണ സ്ക്വാഡ് പിടികൂടിയത്. കണ്ണപുരം മാറ്റാങ്കിൽ പ്രദേശത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 22-ന് ഗ്രീൻ പാർക്ക് ഹോട്ടൽ വെച്ച് നടക്കും.
അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.